ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഈ ഔദ്യോഗിക വാർത്താ പ്രക്ഷേപണ സ്ഥാപനത്തെ തിരഞ്ഞെടുപ്പ് കാലത്ത് ദുരുപയോഗം ചെയ്യുന്നത് ഏത് രൂപത്തിൽ തടയാനാകും? ഇപ്പോൾ സിനിമ പ്രദർശനത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോടതിയെ സമീപിച്ചു. കോടതി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിരിക്കുന്നു. പക്ഷേ ഈ നടപടിക്രമങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും സിനിമ മുഴുവൻ ജനങ്ങളിലേക്കും എത്തുകയാണ്. അത് കാണാൻ താല്പര്യപ്പെടുന്നവർ മാത്രമേ അതിൽ വീഴുകയുള്ളൂ എന്ന് ആശ്വസിക്കാൻ സാധിക്കുമോ? സ്മൃതിക്കറിയാലോ, ഈ പ്രസാരഭാരതി ആവുന്നതിന് മുമ്പ് തന്നെ ദൂരദർശന് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ബന്ധപ്പെട്ടുള്ളൊരു ദീർഘചരിത്രമുണ്ട്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെ നമുക്കറിയാം, രാമായണം സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് നമ്മൾ തുടങ്ങുന്നതാണ്. രാമായണം സീരിയൽ ടെലികാസ്റ്റ് രാമജന്മഭൂമി പ്രസ്ഥാനവുമായിട്ട് ഒരുമിച്ച് പോയതാണ്. കാര്യം അതേ കാലഘട്ടത്തിലാണ് രാമജന്മഭൂമി പ്രസ്ഥാനം. അപ്പോൾ രാമജന്മഭൂമി പ്രസ്ഥാനത്തിനും അന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ രാമായണം സീരീസ്, രാമായണ സീരീസ് വലിയൊരു സ്വാധീനം ചെലുത്തി എന്നുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അരവിന്ദ് രാജഗോപാലിൻ്റെ ടെലിവിഷൻ ആഫ്റ്റർ രാമായണം എന്നൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട പഠനങ്ങൾ തന്നെ, മീഡിയ സ്റ്റഡീസിൻ്റെ പഠനങ്ങൾ തന്നെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൂരദർശൻ ആ രീതിയിലൊരു ഹിന്ദു ഇത്തരം എപ്പിക്കുകളിലൂടെ തന്നെ ഒരു പ്രത്യേകതരം വ്യാഖ്യാനത്തിലൂടെ ഒരു രാമായണത്തിന്, പിന്നെ ആ നടന്മാരും നടിമാരൊക്കെ തന്നെ BJP എംപിമാരായിട്ട് ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇത്തരമൊരു ചരിത്രം ദൂരദർശനുണ്ട്. അപ്പോൾ ദൂരദർശൻ പരിപൂർണമായി തന്നെ രാഷ്ട്രീയ നിർമുക്തമായിട്ടുള്ളൊരു സ്വഭാവമല്ല കാണിച്ചത്. നമ്മുടെ ആദർശത്തിലും നമ്മൾ അഭിപ്രായപ്പെടുന്ന, നമ്മൾ അഭികാമ്യമായ മാധ്യമം നിലയ്ക്ക് പ്രസാരഭാരതി ദൂരദർശൻ എന്നുള്ളത് പബ്ലിക് ബ്രോഡ്കാസ്റ്റിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കണം. പക്ഷെ ഒരു കാലത്തും അത്ര സ്വതന്ത്രമായി പ്രവർത്തിച്ചിട്ടില്ല. അതിന്റെ തുടർച്ചകൾ എല്ലാ കാലത്തുണ്ട്. രാമായണം പോലുള്ള കഥകൾ അല്ലെങ്കിൽ ഹിന്ദു എപ്പിക്കുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ശരിയായിരിക്കാം. പക്ഷേ ഇത് വർഗീയ വിദ്വേഷമാണ്. വർഗീയ വിദ്വേഷം എന്ന നിലയ്ക്ക് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചതാണ് പല ഘട്ടങ്ങളിൽ. സുപ്രീം കോടതിയിൽ വരെ എത്തിയ വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശനിൽ കൂടി പ്രദർശിപ്പിച്ചുകൊണ്ട് നാലാൾ കാണട്ടെ, അതുവഴി ഭിന്നിപ്പുണ്ടാകട്ടെ എന്നാലോചിക്കുമ്പോൾ അത് കൃത്യമായി നടന്നു പോവുകയാണ്. ശരിയാണ്. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലത്ത് രാമായണം കാണാൻ ദൂരദർശൻ പ്രധാനപ്പെട്ട മാധ്യമമായിരുന്നു. ഇന്നിപ്പോൾ ആ ദൂരദർശൻ ആ നിലയ്ക്ക് പ്രധാനപ്പെട്ട മാധ്യമമല്ല. കാര്യം ഇന്നും പോയിട്ട് കേബിൾ ടെലിവിഷൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടൊക്കെ ദൂരദർശൻ ആ തരത്തിലാകിയ കാര്യമില്ല. പക്ഷേ കേരളത്തിലായിരിക്കും, നേരത്തെ ഒരു പാനൽ സൂചിപ്പിച്ച പോലെ കേരളത്തിന് പുറത്തതായിരിക്കില്ല സ്ഥിതി. തീർച്ചയായിട്ടും ദൂരദർശൻ കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അവിടെ ഇലക്ഷൻ സമയത്ത് ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല മലയാളികളെയും കേരളീയരും എല്ലാം അപരവൽക്കരിക്കുന്ന സിനിമ, ആ നിലയ്ക്ക് ഒരു എന്താ പറയുക, നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ ആഖ്യാനം മുന്നോട്ട് കൊണ്ടുവന്ന സിനിമ, ലവ് ജിഹാദിൻ്റെ വികൃതമായ ആഖ്യാനം കൊണ്ടുവന്ന സിനിമ. ലവ് ജിഹാദ് തന്നെ വികൃതമാണ്, അതിനെ ഏറ്റവും കൂടുതൽ വൈകൃതമായി അവതരിപ്പിക്കുന്ന സിനിമ, അതൊരു രാജ്യത്തെ അധിക്ഷേപിക്കുന്ന സിനിമ, അവതരിപ്പിക്കുന്ന രാഷ്ട്രീയമായിട്ട് കേരളത്തിലല്ല അതിൻ്റെ ഗുണം, മറ്റ് സ്ഥലങ്ങളാണ് അതിൻ്റെ ഗുണം. ഇത് നമുക്ക് മുമ്പ് അറിയാം. ലവ് ജിഹാദ് ഏറ്റവും ഗുണം ചെയ്തിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്, കർണാടക തെരഞ്ഞെടുപ്പ് സമയത്താണ് ഉപയോഗിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഇത്തരം സിനിമകൾ ഒരുപക്ഷെ അതിൻ്റെ ഗുണഫലം, അതിൻ്റെ ഡിവിഡൻഡ് കിട്ടുന്ന മറ്റ് സ്ഥലങ്ങളായിരിക്കും. അതിനു വേണ്ടിയാണ് ഒരുപക്ഷെ കേരളത്തെ, നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തെയും എല്ലാം അവമതിക്കാൻ വേണ്ടി. ഇതിലെനിക്ക് നമ്മളിപ്പോൾ ഇടതുപക്ഷത്തെയും കോൺഗ്രസെയും വേർതിരിച്ച് കാണേണ്ട കാര്യം, ഇതിനകത്ത് രണ്ടുപേരും അതിൻ്റെ നിലപാടെടുത്തിട്ട് മുമ്പെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ നമ്മുടെ ഒരു അവതരിപ്പിക്കുന്ന പ്രത്യശാസം, ഇതിലൂടെ പ്രചരിപ്പിക്കുന്ന പ്രത്യശാസം, അത് കേരളത്തിന് വിരുദ്ധം തന്നെയാണ്. അതിന് സംശയം എന്താ? കേരളത്തെ വളരെ മോശമായി കാണിക്കുന്നതിൽ, കേരള സ്റ്റോറി എന്നതിൽ കേരളത്തെ മോശം അതിന് ഒരു മലയാളി സ്ക്രിപ്റ്റ് റൈറ്റർ വേണ്ടി ഉണ്ടതുകൊണ്ട്. പക്ഷേ കേരളത്തെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താം, ആ രീതിയിൽ അപകീർത്തിപ്പെടുത്തുകയും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള, ഞാൻ പറഞ്ഞ വളരെ ആദർശാത്മക സമൂഹം നിലനിൽക്കുന്നു പറയില്ല, പക്ഷേ കേരളത്തിലെ സമ്മിശ്ര ജീവിത വ്യവസ്ഥ, കേരളത്തിലെ ആധുനിക സാമൂഹ്യ രൂപീകരണം തന്നെ കേരളത്തിന് മാതൃകാപരമാണ്. ലോകത്തിന് തന്നെ മാതൃകാപരമായ സാമൂഹ്യ ജീവിതത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന സിനിമയാണ്. ഇത് പ്രൊപ്പഗാൻഡ എന്താണ്? നോണ എന്നതിനാണ് പ്രൊപ്പഗാൻഡ നമ്മുടെ കാലത്ത് പറയാം. നുണ പ്രചരിപ്പിക്കുക, ഒരു സിനിമ ഉപയോഗിച്ചിട്ട് നുണ പ്രചരിപ്പിക്കുക. ഇതിൻ്റെ ഡിവിഡൻഡ് മറ്റ് സ്ഥലങ്ങളിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു സിനിമ ഒരു തരത്തിലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ദൂരദർശന് കാഴ്ചക്കാർ കുറവായിരിക്കും, എങ്കിലും അതൊരു പൊതുമാധ്യമമാണ്, പബ്ലിക് ബ്രോഡ്കാസ്റ്റർ. അത് ചെയ്യുന്ന ഉത്തരവാദിത്തമുണ്ട്. കാര്യം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വർഗീയ വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടും തടയപ്പെടേണ്ടതാണെന്നുള്ളൊരു ഭരണഘടനാ ഉത്തരവാദിത്തം കൂടിയുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തം. ആ സമയത്താണ് ഇത്തരം ഒരു പ്രചരണാത്മക സിനിമ വരുന്നത്. വലിയ തോതിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കും. സ്വാഭാവികമായിട്ടും അത് കാണുന്ന ആൾക്കാരിലും, ഇത് കാണാൻ നിർബന്ധിതരായ ആൾക്കാർക്കും ചിലപ്പോൾ അത് നിർബന്ധിച്ച് കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കാണുന്നതിന് തെറ്റായ സ്വാധീനം, ഈ കെട്ടുകഥ, കേരളത്തെക്കുറിച്ച് കെട്ടുകഥ മറ്റു രീതിയിൽ സ്വാധീനിക്കും. കേരളത്തെക്കുറിച്ച് അല്ലേ തന്നെ നമുക്കറിയാലോ, ഇത്ര അപകീർത്തികരമായ കഥയാണ് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച്, മലപ്പുറത്തെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന കഥകൾ, നമ്മുടെ മലപ്പുറത്തെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന കഥകൾ, എന്തൊക്കെ അടുത്ത് പോലും മലപ്പുറത്ത് ഒരു ഗ്രാമത്തെക്കുറിച്ച് തെറ്റായ കഥ പ്രചരിപ്പിട്ട് ഇത്തരം കെട്ടുകഥകൾ സൃഷ്ടിക്കുന്ന ഇത് കേരളം തിരസ്കരിക്കും. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് കാണിക്കുന്നത്. ഒന്നടങ്കം മലയാളികൾ, അതിൽ നമ്മുടെ രാഷ്ട്രീയ ഭേദർക്കൊന്നും വേണ്ട, പ്രതിഷേധിക്കേണ്ട കാര്യം, നമ്മളാണ് അവമാനിക്കപ്പെടുന്നത്. അതിനാണ് എൻ്റെ അകത്ത് കക്ഷിരാഷ്ട്രീയ അതീതമായിട്ട് നിലപാടെന്ന് പറഞ്ഞാൽ നമ്മളാണ് അപമാനിക്കപ്പെടുന്നത്, മലയാളികളാണ് അപമാനിക്കപ്പെടുന്നത്. മലയാളികളുടെ ആധുനിക സാമൂഹ്യ ജീവിതം, നമ്മൾ നേരിട്ട് സാമൂഹ്യ ജീവിതമാണ് അപമാനിക്കപ്പെടുന്നത്.
അതൊരു വസ്തുതയാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ശ്രീ ദാമോദർ പ്രസാദ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഈ കേരളത്തിലും കാണുകയാണല്ലോ ഈ സിനിമ. കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, 2 സീറ്റുകളും ലഭിക്കുമെന്നുള്ള വിശ്വാസം, അതിനുവേണ്ടി പ്രധാനമന്ത്രി തന്നെ ഇവിടെ പലതവണയായി വന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ കേരളത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ പ്രദർശനത്തിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ എന്ത് നേട്ടമാണ് പ്രദർശിക്കുന്നത്? എന്താണ് അതിന് പിന്നിലൊരു മനഃശാസ്ത്രം എന്താണ്? ഇതിപ്പോൾ കേരളത്തിൽ മാത്രമായിരിക്കല്ലോ ഈ സിനിമയുടെ പ്രദർശനം കൊണ്ട് വിജയം നേടുക. നമുക്കറിയാം ലഹുജാദ് എങ്ങനെയാണ് ഉത്തർപ്രദേശ് ഇലക്ഷൻ ഉപയോഗിക്കപ്പെട്ടത്, ലഹുജാദ് നിയമം പിന്നീട് മാറിയത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലായിരിക്കും ഇതിൻ്റെ ഗുണഫലം അവർ നേടാൻ നോക്കുക. കേരളത്തിൽ ഗുണഫലം, കേരളത്തിൽ തന്നെ BJP രാഷ്ട്രീയമായിട്ട് നേട്ടം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ പ്രധാനപ്പെട്ട മുൻ പ്രസിഡന്റ് തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യത്തിനെ കുറിച്ച് വളരെ വ്യക്തമായ CK പത്മനാഭനെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വ്യക്തമായ നിലപാട് പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യം കേരളത്തിലെ ഏഷ്യാമൂന്നിൽ മാത്രം കേരളത്തിലെ ആൾക്കാർ ഈ സിനിമ കണ്ട് വോട്ട് ചെയ്യാനും പോകുന്നില്ല. ഇവിടെ BJPക്ക് മറ്റു രീതിയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഈ സിനിമ കൊണ്ടൊന്നും കേരളത്തിൽ ചുക്ക് സംഭവിക്കാനുള്ള, കേരളത്തിൽ ഒരു സാമൂഹ്യത്തിലും മാറ്റമുള്ള കാര്യം കേരള സാമൂഹ്യത്തിൽ ഇത് നുണയാണെന്ന് മനസ്സിലാക്കി അവരുടെ അനുഭവം തന്നെയാണ്, മലയാളിയുടെ അനുഭവം തന്നെ നുണയാണെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ലവ് ജിഹാദ് എന്ന് കേരളത്തിൽ ആരംഭിച്ചു, കേരളത്തിൽ പ്ലാൻ ചെയ്യപ്പെട്ട സ്റ്റോറി എത്ര ജിഹാദ് കഥകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എല്ലാം തന്നെ തിരസ്കരിക്കപ്പെടില്ല ചെയ്തത്. കേരളത്തിൽ ഒന്നടങ്കം തിരസ്കരിക്കുക. കേരളത്തിലെ സാമൂഹ്യ ജീവിതം, സമൂഹം, വിവിധ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തിരസ്കരിച്ച കഥയാണത്. ഇത് പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവും. നമ്മളുണ്ടാക്കുന്ന വ്യാജ കഥകൾ മറ്റ് സ്ഥലങ്ങൾക്ക് അവർക്ക് നേരിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ശരി, ഇപ്പോൾ ദൂരദർശൻ ഈ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നൽകാവുന്ന വിവരം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.